السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضوان الله. ഖസീദത്തുൽ ബുർദയിലെ 80-ാമത്തെ വരിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു: മസാമനിദ്ദഹറു ലൈമൻ വസ്തജർതു ബിഹി ഇല്ലാ വാനിൽതു ജിവാറം മിൻഹു ലം യുളമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഈ വരിയുടെ ആശയം ഇങ്ങനെയാണ്: മാ സാമനിദ്ദഹറു, കാലം അഥവാ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മുസീബത്തുകളും പ്രയാസങ്ങളും ഒന്നും എന്നെ ആക്രമിച്ചില്ല, എന്നെ പ്രയാസപ്പെടുത്തുകയോ പ്രതിസന്ധിയിലാക്കുകയോ ചെയ്തിട്ടില്ല. വസ്തജർതു ബിഹി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ അഭയം തേടുകയും സംരക്ഷണം തേടുകയും ചെയ്യുക എന്നതും ഉണ്ടായില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ വനിൽതു, ഞാൻ എത്തിച്ചിട്ടല്ലാതെ, ഞാൻ നേടിയെടുത്തിട്ടല്ലാതെ, എനിക്ക് ലഭിച്ചിട്ടല്ലാതെ, ജിവാറൻ മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും അഭയവും. എങ്ങനത്തെ ജിവാറാണ്, എങ്ങനത്തെ അഭയമാണ്? ലം യുളമി, അതിനെ ഒരിക്കലും അവഗണിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഒരിക്കലും അവഗണിക്കാനാവാത്ത വിധത്തിലുള്ള സഹായം, അഥവാ വലിയ സഹായം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം ആപൽഘട്ടങ്ങളിൽ, പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ കടന്നുപോയിട്ടുണ്ടോ, അപ്പോഴെല്ലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ സഹായം തേടുകയും ആ സഹായം എനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വരിയിലൂടെ ഉറപ്പെടുത്തുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്താണെങ്കിലും വഫാത്തിന്റെ ശേഷമാണെങ്കിലും അവിടുത്തോട് തവസ്സുൽ തേടുകയോ അല്ലെങ്കിൽ ഇസ്തിഗാസ നടത്തുകയോ ചെയ്താൽ അവിടുന്ന് സഹായിക്കും. അത് സഹായിച്ചിട്ടും ഉണ്ട്. അത് ഇസ്ലാമികമായി ശരിയായ ഒരു സംഗതി കൂടിയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ മുഴുവൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം, യുദ്ധം ചഞ്ചായം പൂശുന്ന സമയം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടാറുണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് സഹായം കിട്ടാറുമുണ്ട് എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പരിശുദ്ധമായ ഖുർആനിൽ കാണാം, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്തു തൗബയുടെ അവസാന ഭാഗത്ത് ഈ ആയത്ത് നമുക്ക് കാണാം. എന്താണ് ഈ ആയത്തിന്റെ വിവക്ഷ? അസീസുൻ അലൈഹി മാ അനിത്തും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമോ ദുരിതമോ ഉണ്ടായാൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അസഹ്യമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയാണ്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ അസഹ്യമായ പ്രയാസകരമായ സംഗതിയാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് അഥവാ ഉമ്മത്തിനോട് വലിയ താല്പര്യമുള്ളവരുമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഏതൊരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടതേട്ടം നടത്തുകയോ അല്ലെങ്കിൽ തങ്ങളോട് നേരിട്ട് ഇസ്തിഗാസ ചെയ്യുകയോ ചെയ്താൽ അവിടുന്ന് സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടുത്തെ ജീവിതകാലത്ത് എത്രയോ സ്വഹാബത്ത് അസാധാരണമായ രീതിയിലുള്ള സഹായതേട്ടം നടത്തിയിട്ടുണ്ട്. അവർക്കത് കിട്ടിയിട്ടുമുണ്ട്. അത് നിരവധി ഹദീസുകളിൽ വന്നിട്ടുമുണ്ട്. വഫാത്തിന്റെ ശേഷവും കാലങ്ങൾ ഇന്നുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇടതേടിയവരോ അല്ലെങ്കിൽ സഹായതേട്ടം നടത്തിയവരോ ആരും വെറും കൈയോടെ മടങ്ങിയിട്ടില്ല. അവരുടെ ചോദ്യം ശരിയായ രീതിയിലായിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പരിഗണിച്ചിട്ടുണ്ട്. അതിന് നിരവധി തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അനുഭവത്തിലൂടെ പറയുന്നത്, എനിക്ക് എന്ത് കാല മുസീബത്തുകൾ വന്നാലും ആ സമയമൊക്കെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭയം തേടുകയും അവിടുന്ന് ഒരിക്കലും അവഗണിക്കാനാവാത്ത വിധത്തിലുള്ള സഹായം എനിക്ക് നൽകിയിട്ടുമുണ്ട് എന്ന് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വരികളിലൂടെ നമ്മോട് സൂചിപ്പിക്കുന്നത്. അഥവാ നമുക്കും അത് ഏറ്റവും വലിയൊരു അഭയകേന്ദ്രമാണ്. അന സയ്യിദു ഉൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ സയ്യിദാണ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ ആപൽ ഘട്ടങ്ങളിൽ അഭയം തേടാനുള്ള വ്യക്തിത്വമാണ്. ആയതിനാൽ ഇമാം ബൂസീരി അവിടുത്തെ അനുഭവം പറഞ്ഞു,
നമുക്കും ഇതേപോലെ ഏത് വിഷയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുണയുണ്ട് എങ്കിൽ, അവിടുത്തെ സഹായമുണ്ട് എങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല എന്നാണ് നമുക്കിതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതാണ് ഇമാം ബൂസീരി റഹിമഹുല്ലാഹ് നമ്മോട് പറഞ്ഞത്. മൻ വസ്തജർതു ബിഹി ഇല്ലാ വാനിൽതു ജിവാറം മിൻഹു ലം യുളമി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിച്ചുകൊണ്ട്, അവിടുത്തെ വ്യക്തിപ്രഭാവത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ ആവലാതികളെ അവിടെ പറയാനും നമുക്ക് പറ്റണം. ആ നിലക്കുള്ളൊരു ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളും തമ്മിൽ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.